ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാടനും അല്ല മോഡേണും അല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് കണ്ടതാണ്. പക്ഷേ അത് മോഡേൺ ആയിരുന്നു. ഞാൻ കുറച്ച് നാടനാക്കിയിട്ടുണ്ട്. പക്ഷേ നാടനാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? തലേ ദിവസമേ കുതിർത്തി വെച്ചിരുന്ന ഗ്രീൻ പീസ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2ഓ 3ഓ വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും ദാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവുമേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിനാണ് കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് അരച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ചട്ടി എടുത്തിട്ടില്ല, ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനൊരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഉള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാട്ടോ, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗ്രീൻ പീസ് കറി പല രീതിയിലും ഉണ്ടാക്കുമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഓരോ രീതിയിലുണ്ടാക്കും. ചിലർ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കും, കാഷ്യൂ നട്ട്സ് അരച്ച് ചേർത്തിട്ടുണ്ടാക്കും, പല രീതിയിലും ഉണ്ടാക്കും. ഇത് വേറൊരു രീതിയാട്ടോ. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയിലിടുമ്പോൾ നമ്മൾ നോക്കി വേണം ഉപ്പ് ചേർക്കാം കേട്ടോ. സവാള എല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് അധികം സ്പൈസി ഒന്നും അല്ല. നമുക്ക് സ്പൈസി ആക്കണമെങ്കിൽ സ്പൈസി ആക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ അധികം എരിവ് കൂട്ടിയിടുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് പറയാതെ പറ്റില്ലല്ലോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരുമ്പോഴായിരിക്കും ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വേവിക്കാൻ എടുത്ത് അതേ വെള്ളത്തോട് കൂടി തന്നെ നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേവി വേണമല്ലോ, അധികം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ രീതിയിൽ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചപ്പാത്തിക്കും ദോശയ്ക്കും ഇടിയപ്പത്തിനും എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടി ആട്ടോ. ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കുറുവലുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ വേറെ നമ്മൾ കാഷ്യൂ നട്ട്സ് ഒന്നും അരച്ച് ചേർക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക തേങ്ങാപ്പാലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിലും നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ ലാസ്റ്റ് ചേർക്കാനുണ്ട്, അത് ഞാൻ പറയാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് കുറച്ച് നാടനുമാണ് കുറച്ച് മോഡേണുമാണ്. അപ്പം മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുവിധം വറ്റി വന്ന സമയത്ത് നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലല്ല, പശുവും പാലാണ് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് പാലുണ്ടാവും, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇതിൽ വേറെ പണികളൊന്നും ഇനിയില്ല, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഇതുപോലെ ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ.